നേരത്തെയൊക്കെ വിഷു ആയാലും ഓണമായാലും സദ്യക്ക് ക്യാബേജ് തോരൻ അത് നിർബന്ധാ. ഇപ്പോൾ ചിലയിടത്തൊക്കെ അതിൽ നിന്നൊരു മാറ്റം വന്നിട്ട് ബീട്രൂട്ട് കൊണ്ടും തോരൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു ബീട്രൂട്ട് തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ബീട്രൂട്ട് എടുത്ത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കറിവേപ്പിലയും 3 വറ്റൽമുളകും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചുവന്ന മുളകും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് കൊത്തിയരിഞ്ഞ ബീട്രൂട്ട് ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ബീട്രൂട്ടിൻ്റെ വെള്ളവും ഉപ്പും കൂടെ ചേർന്ന് നല്ലപോലെ അത് കുക്കായിക്കോളും. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു വെള്ളത്തിൻ്റെ ചുവ വരെ, അതുകൊണ്ട് ഞാൻ പൊതുവേ വെള്ളം ചേർക്കാറില്ല കേട്ടോ. ഇനി അരപ്പ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കുക്കായിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തേങ്ങാക്കൂട്ട് ബീട്രൂട്ടിൽ കിടന്ന് ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നല്ലപോലെ വെളിച്ചെണ്ണ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. ഓണത്തിന് പ്രിപ്പയർ ചെയ്യുന്ന ബാക്കി എല്ലാ വിഭവങ്ങളും കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ പാടാണെങ്കിലും ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.